നമസ്കാരം. നിങ്ങളുടെ കൂടെയുള്ള ആൾ, അതല്ലെങ്കിൽ വീട്ടിൽ മക്കൾ, ഭർത്താവ് അങ്ങനെയുള്ളവർ ഒരു ജോലിക്കും പോവാതെ മടി പിടിച്ച് വീട്ടിലെ കാര്യങ്ങളോട് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന വ്യക്തികളാണ്. വീടിനെക്കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല, ചിന്തയുമില്ല. നിങ്ങളുടെ വരുമാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കഴിഞ്ഞ് അങ്ങനെ പോകുന്ന ഒരവസ്ഥയാണോ? എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടി വളരെ പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണോ? എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ നല്ല രീതിയിൽ ജോലിക്ക് പോകാനും വീടുമായിട്ട് കൂടുതൽ ശ്രദ്ധ വരാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കതിന് എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ആ വ്യക്തിയെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാമെന്നും കുടുംബത്തോട് കൂടുതൽ ഉത്തരവാദിത്വം കാര്യങ്ങളും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവർക്ക് എന്തെങ്കിലും അങ്ങനെ നടക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായി എപ്പോഴും ആവശ്യം വരും. കാരണം അവർക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ കാര്യങ്ങൾക്കും പൈസ വേണ്ടി വരും. അത് നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ മാത്രം നടത്തി കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. അവർ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പെട്ടെന്ന് നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങളതൊന്നും ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പല സ്ഥലത്തുനിന്നും അയാളിൽ നിന്നും ഇയാളിൽ നിന്നൊക്കെ കടം വാങ്ങി ഈ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തി അതൊരു സാഹചര്യം മുതലെടുക്കാൻ തുടങ്ങും. വീണ്ടും എന്താവശ്യം വന്നാലും നിങ്ങളെക്കൊണ്ട് കടം മേടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കുക, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ നിങ്ങളെക്കൊണ്ട് ചോദിച്ച് മേടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്കൊക്കെ മാറും. അത് നിങ്ങൾ തുടക്കത്തിലേ ചെയ്തു കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരിക്കൽ 2 പ്രാവശ്യം ചെയ്തു കൊടുത്താൽ പിന്നീട് എന്താവശ്യം വന്നാലും നിങ്ങളെക്കൊണ്ടായിരിക്കും. നിങ്ങളെ വീട്ടിൽ ഏട്ടത്തി, അനുജത്തി അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാരെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറയുകയും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് തുടക്കത്തിലേ അത് ചെയ്ത് ശീലമാക്കാതിരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു ഗുണവും ഫലവും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വ്യക്തിയെയും നിങ്ങൾക്ക് അതേപോലെ കൊണ്ടുവരാൻ കഴിയും. അതേപോലെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവർ ജോലിക്കൊന്നും പോകാത്ത വ്യക്തിയാണെങ്കിലും അവരോട് ആ സമയത്ത് പറയാം, നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും ഈ ഒരു കാര്യം സ്ഥിരം ചെയ്യുക, അത് ജീവിതത്തിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പറയുമ്പോഴാണ് അവർ നമ്മളുമായിട്ട് വഴക്കിടാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം മാത്രമാകുമ്പോൾ അവർ ചിന്തിക്കുക, ഇത് രാവിലെ കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, എന്നാൽ അത് ചെയ്തേക്കാം, പിന്നെ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഇതല്ലേ വേണ്ടുള്ളൂ എന്നുള്ള രീതിയിൽ അവരൊരു പക്ഷേ ഇതിന് തയ്യാറായേക്കാം. അങ്ങനെ തയ്യാറായി ഒരു 21 ദിവസം അവരെ കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. 21 ദിവസം കഴിഞ്ഞാൽ അവർ തന്നെ സ്വയം കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട. ആ കൃത്യസമയത്ത് അവരതിനു വേണ്ടി ഇരിക്കുകയും ചെയ്യുകയും ചെയ്യും. അതിന് വേണ്ടത് ഈ 21 ദിവസവും ഒരേ സമയത്ത് രാവിലെ ആണെങ്കിൽ രാവിലെ, അത് എത്ര മണിക്കാണെങ്കിൽ പരമാവധി നമ്മളൊരു 6:30 അല്ലെങ്കിൽ ഒരു 6 മണിക്കുള്ളിൽ ചെയ്യാൻ നോക്കണം. സ്ഥിരമായിട്ട് ഇതേ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞാൽ അതേ സമയമാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ തുടങ്ങും. നമ്മൾ പിന്നീട് പറയേണ്ട ആവശ്യം വരില്ല. അതങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരിൽ തന്നെ സ്വയം ഒരു മാറ്റം വരും. പിന്നീട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഉത്തരവാദിത്വത്തെക്കുറിച്ചാണെങ്കിലും ജീവിതം എന്താണെന്നും എല്ലാം അവർക്ക് സ്വയം മനസ്സിലായി തുടങ്ങും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ചില വ്യക്തികളൊന്നും തുടക്കത്തിൽ അതിനിരിക്കില്ല. 1-2 ദിവസമൊക്കെ ഇരുന്നാൽ അതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. പക്ഷേ 21 ദിവസം അവരതിനെ അതേ രീതിയിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ജീവിതം നല്ല രീതിയിൽ മാറുമെന്നുള്ളതിന് ഒരു സംശയമില്ല. പൂർണ്ണമായും നല്ലൊരു രീതിയിലേക്ക് മാറും. അതിനൊരു 21 ദിവസം നിങ്ങൾ അവരെ അതിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി അതിന് ഇരിക്കാത്ത വ്യക്തികളും പിന്നെ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് മുടങ്ങുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഈ മടി പിടിച്ചിരിക്കുന്ന ആളുകളെ എങ്ങനെ നമുക്ക് മാറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കി എല്ലാം നല്ല രീതിയിൽ
ആയി സുഖവും സന്തോഷവുമായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ ഇതിൽ കാണുന്ന അവസാന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ചില വ്യക്തികളോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല നമ്മൾ പറയുന്നതൊന്നും. അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടും സൗഭാഗ്യത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.